ഞങ്ങൾക്ക് നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാത്തുനിന്നും ചേഞ്ച് ചെയ്യണം. മോറോവർ ഞങ്ങളുടെ പേരുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇവളുടെ ഫാത്തിമത്തുൻ എന്നാണ് ഇവളുടെ പേര്. എന്റേത് ആക്ച്വലി എനിക്ക് ചേഞ്ച് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. ഫാത്തിമത്തുൻ, എനിക്ക് ആ ഫാത്തിമയും വേണ്ട ഫാത്തിമത്തുൻ വേണ്ട എന്നുള്ളത് നല്ല ആഗ്രഹമുണ്ട്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഇഫ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് അത് എല്ലാത്തുനിന്നും ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ ഫ്യൂച്ചറിൽ ഞാൻ മാറ്റും എന്തായാലും. പക്ഷെ ഫ്യൂച്ചറിൽ ഞാൻ മാറ്റുകയാണെങ്കിലും ഞാൻ നൂറ എന്നുള്ളത് അങ്ങനെ തന്നെ വെക്കും. അതെ. ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഇത്ര അധികം സന്തോഷിക്കുന്നത് ആദ്യമായിട്ടാണ്. ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ് ഒരുപാട് വീഡിയോസ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു സോഷ്യൽ മീഡിയ ഇടമെന്നോണം ഇതിനോടുള്ളൊരു റിയാക്ഷൻ വീഡിയോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്ത് തന്നെയായാലും ഈ ഒരു പേരുമാറ്റൽ പെട്ടെന്നാക്കിയാൽ അതും നിങ്ങൾ ആയിട്ടുള്ള പേരിലേക്ക് മാറ്റുന്നതായിരിക്കും നന്നാവുക. എനിക്ക് പ്രത്യേകം എൻ്റെ ഒരു നിർദ്ദേശമായിട്ടുള്ളത് ആ നൂറ എന്ന പേര് കൂടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അടിപൊളിയാകും, നല്ല സെറ്റാകും. അത് മാറ്റുകയാണെങ്കിൽ എൻ്റെ വക പ്രത്യേകം വീണ്ടും മറ്റൊരു ഗിഫ്റ്റ് കൂടെ ഉണ്ടാകും. എന്തായാലും പേരുമാറ്റലൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. എങ്ങനെയിരുന്നാലും ഇതിനോട് ഓഡിയൻസ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കാം. ഏതൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും വിജയം എന്ന് പറയുന്നത് ആ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ ഇതിന് താഴെയുള്ള പ്രേക്ഷകരുടെ വിലയിരുത്തൽ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നല്ല തീരുമാനം. സത്യവിശ്വാസികളുടെ ഉമ്മയുടെ പേരാണ് ഫാത്തിമ. നിനക്കൊട്ടും അർഹതയില്ലാത്ത പേര്. 4000 ആളുകൾ ലൈക്ക് അടിച്ചിട്ടുള്ള ഒരു കമൻ്റാണ്. ഒരാൾക്ക് ആഫത്തും മറ്റൊരാൾക്ക് മുസീബത്തും ഇട്ടാൽ മതി. എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇതിലെ 99% ഉള്ള കമൻറ്റിന് എൻ്റെ 1000 ലൈക്ക്. ആൾക്ക് ലൈക്ക് അടിച്ചിട്ട് വീണ്ടും ഒരു മാനസിക സംതൃപ്തി കിട്ടാനിട്ടാണ് വീണ്ടും ഒരു കമൻറ്റിലൂടെ ലൈക്ക് അടിച്ചവർക്ക് എൻ്റെ വക ലൈക്ക് എന്ന് വിട്ടിട്ടുള്ളത് കേട്ടോ. ഫാത്തിമ എന്ന പേര് ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ആ പേര് താൻ അർഹിക്കുന്നില്ല. ശരീരത്തിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡ് ഇല്ലേ, അതും കൂടി മാറ്റ്. അതും നിങ്ങളുടെ പേരൻസിൻ്റെ അല്ലേ. അഹങ്കാരം കാണിക്കുമ്പോൾ മൊത്തത്തിൽ കാണിക്കണം. അൽഹംദുലില്ലാ, എത്രയും പെട്ടെന്ന് മാറ്റ് പ്ലീസ്. ഫാത്തിമ എന്ന് നീ പുച്ഛിക്കേണ്ട, അത് അനുഗ്രഹമായ പേരാണ് ഞങ്ങൾക്ക്. ഓക്കെ, നല്ല തീരുമാനം. അല്ലെങ്കിലും ഫാത്തിമ എന്നുള്ള പേരാണ്, ഒട്ടും അർഹതയില്ല. വേഗം ആയിക്കോട്ടെ, ആ പേരിനൊരു മഹത്വമുണ്ട്. ഓക്കെ, ജൂജ് പൊളിക്കും. അത് അവരുടെ ഇഷ്ടമല്ലേ, അവർ ഇഷ്ടമുള്ള നല്ല പേര് അവർ സെലക്ട് ചെയ്യട്ടെ. എന്തായാലും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. വളരെ സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്. എത്രയോ വൈകിപ്പോയി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്ത് തന്നെ ആയാലും നമ്മൾ വസിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. എങ്ങനെ വസിക്കാനും ഏത് രൂപത്തിൽ ജീവിക്കാനും ഏതൊരാൾക്കും അർഹതയുണ്ട്. പക്ഷേ ഒരു പൊതു താല്പര്യം എന്നോണം, പൊതു തത്വം എന്നോണം നമ്മൾ ഏത് മതത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിലും, മതത്തിൽ നിന്ന് പുറത്തു പോകുകയാണെങ്കിലും ആരെയും നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മൾ പോയ മതക്കാരെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന മതക്കാരെയോ എന്ത് തന്നെ ആവട്ടെ, ആരെയും കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആയാൽ വലിയ സന്തോഷമായി. നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.